ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. ഞാൻ തന്നെ പറയാം. ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ നെത്തോലി വാങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നെത്തോലി തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വാ വീടിലോട്ട് പോകാം. ആദ്യം തന്നെ നെത്തോലി നല്ലപോലെ വൃത്തിയാക്കി കണ്ടിച്ച് ഇതുപോലെ എടുക്കണം. ഇങ്ങനെ വേണം വൃത്തിയാക്കാൻ നെത്തോലി. പിന്നീട് ഈ കഴുകി വെച്ച നെത്തോലി കുറച്ച് വെള്ളവും ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നെത്തോലി തോരന് അരപ്പ് ആവശ്യമാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയാണ് നമ്മൾ തിരുവേത് ചേർക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി എന്നിവ ചേർക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് നമ്മൾ നല്ലപോലെ ചമ്മന്തി പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. പിന്നീട് ഒരു പാൻ എടുത്ത് പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് വറുത്ത് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. ആ അരപ്പ് നല്ലപോലെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നമ്മൾ ഇളക്കുക. പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ച നെത്തോലി ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച് വെച്ച നെത്തോലി ചേർത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. കാരണം അരപ്പെല്ലാം ആ മീനിലോട്ട് നല്ല രീതിയിൽ പറ്റിച്ചേരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഇളക്കി നല്ലപോലെ വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതാ നമ്മളുടെ നെത്തോലി തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ റെസിപ്പിയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.